രാവിലെ തന്നെ അനിയൻ വന്നിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് ചിക്കൻ കടയിൽ പോയി. ചിക്കനൊക്കെ ഇപ്പോൾ എന്താ വില. പിന്നെ പപ്പ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കോഴി ഒപ്പിക്കാൻ അധികം പാടുപെട്ടില്ല. ഒരു കവർ പാല് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട ചെറുക്കനാണ്. അവനിപ്പോൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തെർമോക്കോളും വാങ്ങി പാലും വാങ്ങി അവൻ തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങൾ പാലും വാങ്ങി തെർമോക്കോളും വാങ്ങി നേരെ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ പണി തുടങ്ങി. വീട്ടിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. പിന്നെ അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ട് വച്ചിരുന്നത് കൊണ്ട് അതിനും വലിയ പാട് വന്നില്ല. പിന്നെ ഓരോ ചിക്കനായ കയ്യിലെടുത്ത് അതിനെല്ലാം ഓപ്പറേഷൻ ചെയ്ത് അതൊക്കെ ഒന്ന് നല്ലോണം കഴുകിയെടുത്തു. പിന്നെ അനിയത്തിയാണ് എൻ്റെ സ്പെഷ്യലി കിട്ടാൻ പോകുന്നതിൻ്റെ ആ സന്തോഷമാണ് കേട്ടോ മൂത്ത് കാണുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ കഴുകി ഒറ്റയ്ക്കൊന്നും അല്ല കേട്ടോ, അതെ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണേ. കഴുകിയെടുത്ത് ചിക്കനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ 1 കപ്പ് പാല്, പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ടേ. വിനാഗിരി ചേർത്ത് ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അത് റെസ്റ്റിന് അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയുമാണേ. അത് നല്ലോണം തൊലിച്ച് കഴുകിയെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം പേസ്റ്റാക്കി എടുക്കണേ. 10 മിനിറ്റിന് ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ചിരുന്ന പാലിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് പേരിന് വേണ്ടി ഇച്ചിരി ഗാർലിക് പൗഡറും കുറച്ച് ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കിയ ശേഷം 5 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇങ്ങനെ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചായിരുന്നേ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 കപ്പ് മൈദയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുവാണേ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയും കുറച്ച് ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ബാറ്ററിൽ കിടക്കുന്ന ചിക്കൻ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദ മാവിൽ കോട്ട് ചെയ്തെടുക്കണേ. നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കണേ. നമ്മുടെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായി. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നെ. ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്രോസ്റ്റഡും കൊണ്ട് നേരെ അനിയന് കൊടുത്തു. അനിയനാണെങ്കിൽ അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ബൈ.